ഹായ്, എല്ലാവരും മാർക്കൊക്കെ നോക്കിയോ? നമ്മുടെ SSC GD എക്സാമിന്റെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മാർക്കൊക്കെ നോക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ആൻസർ കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് കമന്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് കുറെ ആൾക്കാർ നമ്മുടെ ആ ഷോർട്സിന്റെ താഴെ അവരുടെ മാർക്കുകളൊക്കെ കമന്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, ചില ആളുകൾക്ക് മാർക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ്, എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ, അല്ലെങ്കിൽ ഈ മാർക്കിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കൃത്യമായി ഒന്ന് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് എത്രയാണ് നമ്മുടെ കട്ട് ഓഫ് വരാൻ ചാൻസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരു വെറുതെ ചുമ്മാ അങ്ങ് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടഫ്നെസ് ഒക്കെ ചോദിച്ചതിന്റെ പുറത്ത് ഞാനൊരു കട്ട് ഓഫ് അനാലിസിസ് ചെയ്തായിരുന്നു. ഇനി നിങ്ങളുടെ മാർക്ക് അറിഞ്ഞുകൊണ്ട് ഒരു കട്ട് ഓഫ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇടുകയാണ്. എന്തിനാണ് ഗൂഗിൾ ഫോം ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നിങ്ങളുടെ നെയിം, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ്, ടൈം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് എൻട്രി ചെയ്യുക. അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അനാലിസിസ് നടത്തിക്കൊണ്ട് ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ വെറുതെ ചുമ്മാ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നു, ദിശ അക്കാഡമി ഈ SSC GD അല്ലെങ്കിൽ ഈ ആർമി ഫോഴ്സ് ബേസ്ഡ് ചാനലിലൂടെ ഇത്തരം എക്സാമുകൾ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് തോന്നും, സർ എന്താ സർ എല്ലാം അങ്ങ് ക്ലാസ് തരാത്തത്, ക്ലാസ് മാത്രം മതിയോടാ, പരീക്ഷയോട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു, ആൻസർ കീ ഔട്ടായി, അല്ലെങ്കിൽ ലിസ്റ്റ് വന്നു പോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ നമ്മുടെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവരോട് ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായി ആളുകളിൽ എത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കുറെ ആൾക്കാർ അവരുടെ മാർക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൂടാതെ ചില ആളുകൾ അതിൽ അവരുടേതായ ചില ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഡൗൺ ആയി പോയവരുണ്ട്, ചില ആളുകൾ എങ്ങനെയാണ് അവർ എക്സാമിനെ കണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 1-2 കമന്റുകൾക്കും കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു കാര്യം മറക്കരുത്, ആ വീഡിയോയുടെ താഴെ കമന്റിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കൃത്യം അനാലിസിസിലൂടെ എന്ത് ചെയ്തുതരാം, ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി 1-2 ഇൻഫർമേഷൻസ്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഒന്ന്, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല സാർ, ഞാൻ തന്നെ 17 വയസ്സ് തൊട്ട് ആർമിയിൽ ഈ ഒരു ജോബിന് വേണ്ടി ഓടിക്കേറും, ഫെയിൽ ആവും, ഇതുവരെ അങ്ങനെയായിരുന്നു, ഈ വർഷമെങ്കിലും എനിക്ക് കയറണം, അതുകൊണ്ടാണ് ദിശയുടെ ഓൺലൈൻ ക്ലാസ് എടുത്തു വന്ന് ലാസ്റ്റ് ചാൻസ് ആണ് സാർ, ഇത്രയും നാളും ഫെയിൽ ആയിട്ടും ഞാൻ കളഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മക്കളെ നിങ്ങൾ ഒരു വർഷം ഓഫ്ലൈനിൽ ഇപ്പൊ ദിശ അക്കാഡമിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും, നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വർഷം തന്നെ കിട്ടും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാത്ത പക്ഷം പിന്നെ നിങ്ങൾ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ട്, എക്സാമിന്റെ കാര്യമാണ് കേട്ടോ, എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, അതിന് നല്ല മാർക്കോട് കൂടി കിട്ടും. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാം വരുമ്പോൾ പഠിച്ചാൽ പോരാ, എക്സാം വരുമ്പോൾ ചില ആളുകൾ പഠിക്കാൻ വരും, അത് പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇതിനെ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ എനിക്ക് ഈ പയ്യന്റെ കമന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, തീർച്ചയായിട്ടും അവൻ ഈ വർഷം എക്സാം ക്ലിയർ ചെയ്യേണ്ട ആള് തന്നെയാണ്. നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്ക് ഈ വർഷം എക്സാം കിട്ടണം. ഇത് അക്കാഡമിയുടെ ആഗ്രഹമാണ്. നിനക്ക് ഞാൻ എൻ്റെ നമ്പർ ഉൾപ്പെടെ തരാം. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്ത് ചെയ്യുക, എന്നെ വിളിച്ച് നീ പറയുക, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തരാം. ആ കമന്റിന് താഴെ ഇവിടെ ഒരു പറഞ്ഞു, ബ്രോ വിട്ട് കളയല്ലേ, 18-ാം വയസ്സിൽ തുടങ്ങിയതാ ഞാൻ, എനിക്ക് കിട്ടിയത് 25-ാം വയസ്സിൽ, ഫോട്ടോയിൽ ഞാനുമുണ്ട്, അതുകൊണ്ട് നീ ഇതിന്റെ പുറകിൽ തന്നെ ഓടിക്കും. അതായത് ഞാൻ ആദ്യം കുറേ സ്റ്റുഡൻസിന്റെ ഫോട്ടോ നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ കാണിച്ചിട്ടാണ് തുടങ്ങിയത്. ഈ വീഡിയോയുടെ താഴെ വന്ന ഈ 2 കമന്റുകളും എവിടെയുണ്ട്, ആ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്നതാണ്, ധാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഇട്ട കമന്റ് എന്ന് പറയുന്നത്, നീ ഒട്ടും വിഷമിക്കണ്ട, നിനക്ക് ഉറപ്പായിട്ടും ഈ വർഷം കിട്ടുമെന്നാണ്. അപ്പൊ പറയുന്നുണ്ട്, ഈ ചങ്കെ മതി, ഒന്ന് സപ്പോർട്ട് ചെയ്ത ആരും ഇല്ല, ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ല. ചില ആളുകൾ ഇങ്ങനെയാണോ, അവർ വിഷമിച്ചിരിക്കുക, ഇപ്രാവശ്യം കിട്ടുമോ, എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ളവർക്കാണ് ദിശ അക്കാഡമി കൂടെ നിൽക്കുന്നത്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം,
6 വർഷം ഞാനൊരു IHRD കോളേജിൽ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായി വർക്ക് ചെയ്ത് കഴിഞ്ഞ പരിപാടി അവസാനിപ്പിച്ചിട്ടാണ് 2019 ഞാൻ ദിശ അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുന്നത്. അന്ന് മുതൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചാനലിൽ കാണാം SSC GDയുടെ ആദ്യത്തെ പ്ലേലിസ്റ്റ് 100 വീഡിയോസ് വരുന്ന ആദ്യത്തെ പ്ലേലിസ്റ്റ് മുതൽ ഇപ്പൊ 2026 വരെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉൾപ്പെടെ പ്ലേലിസ്റ്റ് ചെയ്യാൻ അതേ എനർജിയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ദിശ അക്കാഡമിയിലൂടെ സക്സസ് നേടി എന്നുള്ള കോൺഫിഡൻസിലാണ്. ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ അയാൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, അയാളുടെ ചുറ്റും നിൽക്കുന്ന എത്ര പേര് രക്ഷപ്പെടും, എത്ര പേരുടെ ആഗ്രഹമാണ്, ചിലരുടെ പാഷനാണ് ഈ ജോലി. അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ട്രൈ ചെയ്യാമെങ്കിൽ കൂടെ എല്ലാവിധ സപ്പോർട്ടും തന്ന് ഞങ്ങളുടെ ഒരു ടീം തന്നെ ഉണ്ട്. ഞാനുണ്ട്, അതുൽ സാറുണ്ട്, അങ്ങനെ അനിൽ സാറുണ്ട്, അങ്ങനെ ഒരു വലിയ ടീം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതിൽ നിങ്ങളെ പല രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പല ആൾക്കാരും വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഫുൾ എനർജി നിൽക്കുക. ചില ആൾക്കാർ പറഞ്ഞു സാർ ആ മോട്ടിവേഷൻ തരണം. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ് മോട്ടിവേഷൻ തരുന്നത്. ഇങ്ങനെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ കാണണം. നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ഈ ഒരു വർഷം ഫോണും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ച്, ഫോൺ കാണുന്ന സമയമൊക്കെ ഒന്ന് കുറച്ച്, ആവശ്യമില്ലാത്ത വല്ലവരുടെയും വീഡിയോസ് കണ്ടു കളയാതെ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ വർഷം നിങ്ങൾക്ക് കിട്ടും, കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി അക്കാഡമി എല്ലാ സപ്പോർട്ടും തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് മാത്രം എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഇത് പറഞ്ഞു വരുമ്പോൾ അതിൽ തന്നെ കണ്ട മറ്റൊരു വീഡിയോ ആണ്. അതായത് ലാസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പ്രൊമോഷനാണ്, പിന്നീട് കുറച്ച് മോട്ടിവേഷൻസ് വരുന്നുണ്ട്, ദെൻ കട്ട് ഓഫ് പ്രഡിക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ സേവ് യുവർ ടൈം, വെറുതെ വീഡിയോ കണ്ട് സമയം കളയണ്ട. ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു വീഡിയോ ആണോടെ നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എത്രയേറെ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്ന കമന്റ് ആണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് സിംപിളി പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ദിശ അക്കാഡമി റൺ ചെയ്യുന്ന പാറ്റേൺ മാത്രം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാം, ക്ലാസ് എടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും യൂട്യൂബ് ഇൻകം വരുമോ? നിങ്ങൾ തന്നെ പറ. ഇപ്പൊ നമ്മുടെ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ചാനലോ അല്ലെങ്കിൽ ഒരു ഫാമിലി വ്ളോഗിങ് ചാനലോ ഒക്കെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ 1 ലക്ഷം 2 ലക്ഷം ആളുകളാണ് കാണുന്നത്. പക്ഷെ ഒരു ക്ലാസ് വീഡിയോ ഇട്ട എത്ര സ്റ്റുഡൻസ് കാണും? ആ എക്സാം വേണ്ടവർ മാത്രമേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി കളയുന്ന എനർജിയും സ്പേസും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രതിഫലവും കിട്ടാറില്ല. പലപ്പോഴും ഇത്തരം അക്കാഡമികൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തുണ്ടാവും, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ നിന്നുള്ള ഇൻകം കൂടെ കൊണ്ടാണ് ഈ യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾ റൺ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോസിന്റെ ഭാഗമായി നമ്മുടെ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ പരിചയപ്പെടുത്തേണ്ടി വരും, ഓഫ്ലൈൻ ക്ലാസ്സുകൾ പരിചയപ്പെടുത്തേണ്ടി വരും. താല്പര്യമുള്ള ആളുകൾ മാത്രം അത് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരേ സമയം തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ, 6 വർഷത്തെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ദിശയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത്. സെൽഫിഷ് മെന്റാലിറ്റിയോടുകൂടി മാത്രം ചിന്തിക്കുന്നവർ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ക്ലാസ്സിൽ എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്, ക്ലാസ് അങ്ങിട്, ഈ സമയത്ത് സംസാരിക്കാൻ നിങ്ങൾ ക്ലാസ് അങ്ങിട്. എല്ലാം ക്ലാസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? 6 വർഷത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത്, വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു. അത് ആവശ്യമുള്ളവർ എടുത്താൽ മതി, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളെ പറ്റി പറയുന്നു, അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. ഇതെല്ലാം ചേരുന്നതാണ് ദിശ എന്ന് പറഞ്ഞൊരു സിസ്റ്റം. ദിശ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഞങ്ങളെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം. ഇപ്പൊ ഞാൻ പലപ്പോഴും കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കൊല്ലം അക്കാഡമികളിലെല്ലാം ഈ പറയുന്ന കാലിക്കറ്റ് എല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയുള്ള ആളുകൾക്കറിയാം എന്താണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഇടുന്ന എഫേർട്ട്. അല്ലെങ്കിൽ ഏതൊരാൾക്കും എന്നെ അപ്രോച്ച് ചെയ്യാം. ദിശയിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ പല രീതിയിൽ ആളുകൾ വാട്സപ്പ് ചെയ്യാറുണ്ട്. അവർക്കെല്ലാം തിരക്കിന്റെ ഇടയിലും പറ്റുന്ന മറുപടികൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒട്ടും സെൽഫിഷ് മെന്റാലിറ്റി ഇതിനകത്ത് കാണിക്കരുത്. നമ്മളെന്താ ഒരു ഡിഫൻസിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു സെൽഫിഷ് മെന്റാലിറ്റിക്ക് വേണ്ടിയിട്ടാണോ? അല്ല. നമ്മളെപ്പോഴും എന്താണ് ഒരു പാഷനായിട്ട് ഈ ജോലിയെ കാണുന്നവരാണ്. നമ്മളൊരു സൊസൈറ്റിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞങ്ങൾ ഈ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നാളെ സർവീസിലേക്ക് കയറുന്ന നിങ്ങൾ രാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ വാല്യൂ തീർച്ചയായിട്ടും ഉണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാനിത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഞാൻ അത്ര ആളുകളോട് പറയുന്നത്, നിങ്ങൾ ആ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾ സമയം കളയണമെന്നില്ല. ആവശ്യമുള്ളവരുണ്ട്. നമ്മുടെ ആദ്യത്തെ കമന്റ് പോലെ ആവശ്യമുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവര് അത്തരം വീഡിയോസ് കാണട്ടെ. ദിശ അക്കാഡമി എപ്പോഴും കുട്ടികളുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയിൽ ചുമ്മാ ഒരു പ്രഡിക്ഷൻ ഞാൻ നടത്തുന്നില്ല. വെറുതെ എനിക്ക് വേണമെങ്കിൽ ഒരു പ്രഡിക്ഷൻ നടത്താം, ഞാൻ നടത്താറില്ല.
അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ഡേറ്റ എടുത്ത് മാത്രമേ പ്രഡിക്ഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഞാൻ എപ്പോഴും പറയല്ലോ, ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണേലും ചെയ്യാം, വേണമെങ്കിൽ ഫിസിക്സ്, ഞാൻ അങ്ങനെ പറയില്ല. ഞങ്ങൾ കൃത്യമായിട്ട് എക്സാം ക്ലിയർ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് കൊടുക്കുന്നത്. ഇതുവരെ നമ്മളെ ബാക്കിയുള്ള ഫിസിക്കൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ സ്റ്റുഡൻസിനോട് മറ്റ് അക്കാഡമികൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, നിങ്ങൾ അവിടെ പോയി ഫിസിക്കൽ ചെയ്യൂ, എക്സാം ഇവിടെ ക്ലിയർ ചെയ്താൽ ഫിസിക്കൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അങ്ങനെ പഠിക്കുന്ന ഇഷ്ടം പോലെ വിദ്യാർത്ഥികളുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം കൂടെ ചേരുന്നതല്ലേ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, മോട്ടിവേഷൻ ആവശ്യമായിട്ടുള്ളവരുണ്ട്, ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഒപ്പം ദിശ അക്കാഡമി ഉണ്ട്, ഞാനുണ്ട്, അതുൽ സാറുണ്ട്, അനിൽ സാറുണ്ട്, വലിയൊരു ടീം തന്നെയുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, കട്ട് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ അടുത്തൊരു വീഡിയോ വരെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ എന്ത് തരാം, ഒരു കറക്റ്റ് ഡേറ്റ അനാലിസിസ് എടുത്തു തരാം. രണ്ട് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പോവാണ്. 22-ാം തീയതി നമ്മുടെ പുതിയ കോഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ജൂൺ 22-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ടീം, ഫാക്കൽറ്റി ടീം ഞാൻ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻസ് വഴി ജൂൺ 22-ാം തീയതി മുതൽ പുതിയ SSC GDയുടെ 1 ഇയർ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ബാച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങൾ തക്ക സമയത്ത് വന്ന് പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കരുത്. വളരെ സീരിയസ് ആയിട്ട് ഈ വർഷത്തെ എക്സാമിനെ കാണുന്നവർ വളരെ മുന്നേ തന്നെ പഠിച്ചു തുടങ്ങണം. നല്ലൊരു ടീം എന്ന് വെച്ചാൽ അതുൽ സാർ മാത്സ് എടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ദിവ്യ മിസ് എടുക്കുന്നുണ്ട്, റീസണിങ് ഞാനാണ് എടുക്കുന്നത്, നിത്യ മിസ് GK എടുക്കുന്നുണ്ട്, ജിതിൻ സാറ്, ഋഷിക മിസ്, അതുപോലെ തന്നെ ഗീതു മിസ്, അതേപോലെ അനിൽ സാറ് അടങ്ങുന്ന വലിയൊരു ടീം തന്നെ എന്തുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരാനുണ്ട്. കൂടെ എന്തുണ്ട്, വലിയൊരു മെന്റർ സപ്പോർട്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് എന്തിനു വരുന്നുണ്ട്, ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ മുന്നേ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വരുന്ന GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയുടെ ഭാഗമായി ഈ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ദിശയിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു മക്കളെ, നിങ്ങൾക്കറിയാം, ഒരു LKG സ്റ്റുഡന്റിന് 1 വർഷമാകുന്ന ഫീസ് പോലും നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടി മേടിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ സൗകര്യമുള്ളവർ, ഇല്ലാത്ത എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല, ഉള്ളവർ തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് 1 വർഷം കളഞ്ഞു വാ. അവിടെ നമുക്ക് ട്രിവാൻഡ്രം ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, കൊല്ലമുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. എവിടെ വന്നിട്ട് എൻ്റെ നമ്പർ മേടിക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കയറ്റി വിടാൻ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ കൃത്യമായ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനോട് കൂടി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റ് ആയിട്ടും വീഡിയോയുടെ താഴെ കാണുന്ന നമ്മുടെ ഗൂഗിളിന്റെ ലിങ്കിൽ, അതായത് നമ്മുടെ ഫോമിന്റെ ലിങ്കിൽ കയറി ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഡീറ്റെയിൽസ്, മാർക്കിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.